ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. ഇത് തികച്ചും അനാവശ്യമായ ഒരു ഭിന്നിപ്പാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങേയറ്റം ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും ഒരു ഭാഗത്തും ഇറങ്ങിയിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി ഭിന്നതക്ക് ആക്കം കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെങ്ങനെയെങ്കിലും ഈ മുറിവ് ഉണങ്ങണം, ഇത് യോജിക്കണം, ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടാകണം. സലഫി മുജാഹിദ് പ്രവർത്തകരെല്ലാം ഒരൊറ്റ മനസ്സോടെ നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഹദീസ് ശിർക്കാക്കുന്നത് സലഫി ലോകത്തെ തന്നെ ധിക്കരിക്കലാണ്. അതിൽ നിന്ന് ജമിയത്തുൽ ഉലമ പിന്മാറണം. ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന നിലപാട് നമ്മൾ അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ തന്നെ പ്രശ്നത്തിന് പരിഹാരമാകും. ഈ ഹദീസ് ശിർക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഈ ഹദീസ് ശിർക്കാണെന്നുള്ള ആ നിലപാടിനോട് ഞാൻ 100% വിയോജിക്കുകയാണ്. അപ്പോ വിഷയം അവതരിപ്പിച്ച മൂവാറ്റുപുഴ സംവാദം ഏറ്റെടുത്ത നൂറുദ്ദീൻ ലബ്ബാദാരിമി അതിൽ പറ്റി അബദ്ധം വിശദീകരിക്കുകയാണ്. യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസ്, ആ ഹദീസിൽ ആശയം, ഹദീസ് ശിർക്ക് എന്ന് പറയുമ്പോൾ ഹദീസിൽ ആശയം, ഹദീസ് പറഞ്ഞ ഒന്ന് സനദും ഒന്ന് മത്നുമാണ്. സനദ് പറഞ്ഞ റസൂൽ മുതൽ ഗന്ധം എഴുതുന്നവരെയുള്ള ആളുകളുടെ പരമ്പര, അവിടെ നിന്ന് കേട്ടുള്ള ടെക്സ്റ്റ്, അതിലുള്ള ആ വിളി ശിർക്കാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ മുജാഹിദുകളും പറഞ്ഞിട്ടില്ല. ഇപ്പൊ 2012 മുതൽ ആ വിളി ശിർക്കാണ് എന്ന് പ്രഖ്യാപിക്കണം. അത് മൂവാറ്റുപുഴ പ്രഖ്യാപിച്ചു പോയി. അത് ശരിയായില്ല. അത് പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ ശിർക്കാരോപിക്കുന്ന ഒരു നടപടിയായി പോയി. മുജാഹിദ് പ്രസ്ഥാനം ആ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ജിദ്ദയിൽ വെച്ച് 2009 അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ നീണ്ട ക്ലിപ്പിലും പറഞ്ഞെന്താ, അത് ശിർക്കില്ല, ജിന്നാകാം മലക്കാകാന്ന്. അതിനെപ്പറ്റി മൂപ്പരോട് ചോദിച്ചോ പറഞ്ഞു, അത് ഞാൻ അള്ളാഹുവിലേക്ക് വിടുന്നു. എന്താ അള്ളാഹുലേക്ക് വിടുന്ന കാര്യം ഇവിടെ? അത് പറഞ്ഞ അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത്, പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ അത് മാറ്റിയത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ജനങ്ങളോട് പറയണ്ടേ, അല്ലാതെ പടച്ചോനത്തേക്ക് വിടല്ല. അത് പറയാതെ പടച്ചോനത്തേക്ക് വിടുന്നതിന് അർത്ഥമല്ല. പിന്നെ അനസ് മുസ്ലിയാരെ തൗബയിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമാണ്, കണ്ടോ എന്റെ ക്ലിപ്പ് ഇടാൻ പറ്റൂല. ആഹാ, നിങ്ങളെ ക്ലിപ്പ് ഇടൂല? നിങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ വിടൂല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്താ ഉണ്ടായത്? നിങ്ങളെ ക്ലിപ്പ് കൊണ്ടപ്പോ ഞങ്ങൾ തെളിയിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങൾ തൗബ ചെയ്ത നിങ്ങളെ വാദല്ലത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദാത്. ഞങ്ങൾ പുതിയത് കൊണ്ടുവന്നിട്ടില്ല, ഇത് തെളിയിക്കാൻ നിങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടും. പിന്നെ നന്ദി ദാറുസ്സലാമിന്റെ മുമ്പിൽ നടന്ന മുഖാമുഖത്തിന് ഞാൻ പങ്കെടുത്തില്ല. അത് ജിന്ന് വിഷയം ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. എനിക്കല്ലെങ്കിലും സംവാദവും വാദപ്രതി അതൊക്കെ പേടി തന്നെ. കാരണം എന്താ അറിയോ, എന്റെ ഒരു വാക്കുകൊണ്ടോ എന്റെ ഒരു വിവരക്കേട് കൊണ്ടോ ഈ പ്രസ്ഥാനത്തിനോ ആദർശത്തിനോ തെളിവില്ലെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ എന്റെ ഉത്തരവാദിത്തം നമുക്കല്ലേ? ഈ മുഖാമുഖത്തിനൊക്കെ നിന്നു കൊടുക്കാന്നുള്ള എന്നെ പേടിയാ. എന്തു വേണമെങ്കിലും ചോദിച്ചോളി. അങ്ങനെ ഉണ്ടോ? നമ്മൾ അറിവില്ലാത്തവർ, അറിവ് കുറഞ്ഞവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നന്ദി ദാറുസ്സലാമിന്റെ മുമ്പിലാകുമ്പോൾ നമ്മൾ കൂടിയിരിക്കണം, ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് അതിനവർ തയ്യാറായില്ല. അന്ന് രാവിലെ വരെ വിളിച്ചിട്ടും നാളെ വിളിക്കാം, മറ്റന്നായിരിക്കാം, അങ്ങനെ പറഞ്ഞ് മുഖാമുഖത്തിന് അന്ന് രാവിലെ എങ്കിലും ഇരിക്കാന്ന് അന്നും വന്നില്ല. അതാണ്. അപ്പൊ അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ എടത്തനാട്ടുകരയിലും ഇതുപോലെ മുഖാമുഖം വന്നപ്പോ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വിഷയം വെക്കുകയാണോ, നമ്മൾ ഇരിക്കണം, ചർച്ച ചെയ്യണം. കാരണം ഞാനതാ മുജാഹിദ് പണ്ഡിതന്മാരെന്ന് പഠിച്ചിട്ടുള്ളത്. പൂർവ്വകാല മുജാഹിദ് പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിക്കുന്ന AP-യും അലിദ്വാഖ് മരിച്ചു പോയി റഹിമഹുല്ലാ, അവരൊക്കെ വാദപ്രതിവാദം പറഞ്ഞ ഐതിഹ്യങ്ങളൊക്കെ പുളിക്കൊന്നും പോവില്ല. ജമിയത്തുൽ ലൈബ്രറി തന്നെ ആഴ്ചകളോളം അവിടെ കൂടലാക്കി കിതാബ് നോക്കിയിട്ട് ഒരു 2-3 ദിവസങ്ങൾ നമ്മൾ ഇരിക്കണം. എന്നിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ടോ? അപ്പൊ അന്നേ ജബ്ബാർ വലി പറഞ്ഞ ശിർക്കാണ് എനിക്ക് അഭിപ്രായം ഉണ്ട്, മൂപ്പർക്ക് ശിർക്കല്ലാന്ന് അഭിപ്രായം ഉണ്ട്. പച്ച കളവാ പള്ളേ. 2010 നന്ദി സംവാദം നടക്കുന്നത്. അന്ന് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. 2011 പോലും ശിർക്കില്ല നിങ്ങൾ പ്രസംഗിച്ച് ഞാൻ വിട്ടു. പിന്നെ എന്തിനാ ഈ കളവ് പറയണത്? ഞമ്മക്കളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ട് റുഖിയ ശർഇയ്യ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ജിന്നു വാദം തിരിച്ചറിയാൻ റസൂലിന് മാത്രമേ സാധിക്കൂ ഞങ്ങളെ വാദം. അതിന് ഞാൻ എതിർക്കുന്നു. അത് റസൂലിന്റെ മുഴുവത്താണ് ജിന്നെ ഇറക്കൽ എന്ന ഞങ്ങളെ വാദം. മൂപ്പരിപ്പ് ഞാൻ ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചത് വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞു, ഏതോ മന്ത്രവാദിന്റെ ജ്യോത്സ്യന്റെ അടുത്ത് അയച്ച പോലെ. എന്നാൽ അദ്ദേഹം തന്നെ ഇഫ്ലുർ റഹ്മാനെ പോലെ ജിന്നിറക്കി ചികിത്സിക്കുന്ന ആളാണ് ഡോക്ടർ സുബൈർ.
അദ്ദേഹത്തിന്റെ അടുത്ത് അയച്ചു. ഡോക്ടർ സുബൈറിനെ ഫോൺ ചെയ്തിട്ട് ആ ക്ലിപ്പ് ഞാൻ ആലുവയിൽ ഇട്ടു. ഇന്നലെ പൂനൂർ നാളെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞെന്താ അറിയോ, അത് ഞാന് മൂപ്പർ MBBS ഡോക്ടർ അല്ലേ, അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. പച്ച കള്ളം. ജിന്നിറക്കാൻ വേണ്ടി പോയതാ. ജിന്നിറക്കാൻ സഹകരിച്ചു, നിരീക്ഷകനായി പോയതല്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സക്കരിയ സലാഹിക്ക് എന്താ ഖുർആൻ ഓതാൻ അറിയായിട്ട് എഫ്ദുർ റഹ്മാൻ അടുത്ത് അയച്ചത്? അപ്പൊ അനസ് മുസ്ലിയാർക്ക് ഖുർആൻ ഓതാൻ അറിയാത്ത എന്റെ അടുത്ത് വന്നത് എന്ന് ആര് ചോദിക്കുന്നു? സുബൈർ ഡോക്ടർ. വെറും ഒരു MBBS അയാൾ പോകണം എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് പോലെ വലിയ വലിയ ആശുപത്രി ഉണ്ടാവുമ്പോ ഞാൻ MBBS പോയതാണ്. കളവ്. ഇത് മാത്രല്ല, ഇയാൾ കട്ടുമുറിച്ച ക്ലിപ്പ് നമ്മൾ ഇട്ടു. ഇയാളുടെ ക്ലിപ്പിനെ മുറിക്കുക. എന്തിന്? അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് 22 കാരറ്റ് ശിർക്കാണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാസ്തവം എന്താ അറിയോ, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് 22 കാരറ്റ് ശിർക്കാണെന്ന് അലി മദനി പറഞ്ഞപ്പോൾ അത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ നിങ്ങൾ ചെറിയ ഉണ്ടോ എഴുതിയത് എന്നിട്ട് ഈ ബുക്ക് എടുത്ത് മൂപ്പര് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അവിടെ കുറിച്ചു. എന്നിട്ട് ഇപ്പൊ നടന്ന ഒരു മുഖാമുഖം പരിപാടിയിൽ ഇരിക്കവിടെ ഞാൻ കറിഞ്ഞുതരാം എന്നുകൊണ്ട് ഒരാളെ പറയാം. ആ ക്ലിപ്പ് കട്ടുപിടിച്ച ഭാഗം നമ്മൾ 2-3 സ്ഥലത്തിട്ടു. അതിൽ ഇന്നലെ ഒരു ഭയങ്കര വാദപ്രതിവാദ വെല്ലുവിളി. കാരണം എന്താ അറിയോ, ക്ലിപ്പ് കട്ടുപിടിച്ച ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനി രക്ഷപ്പെടാൻ എന്തേ മാർഗമുള്ളൂ? ഭയങ്കര വാദപ്രതിവാദ വെല്ലുവിളി. സക്കരിയ സലാഹി വരട്ടെ, വരാൻ ധൈര്യമുണ്ടോ? ഞാൻ ഒറ്റക്ക് മതി, എറണാകുളത്ത് ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വമ്പിച്ച വെല്ലുവിളി. എറണാകുളത്ത് വെച്ച് ജമിയത്തിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു ചർച്ച വെച്ചിരുന്നു. ആ ചർച്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ഒരുങ്ങിപ്പോയി. പക്ഷെ ഹുസൈൻ സലഫി വിളിച്ചു, നിങ്ങൾ ഒരിക്കലും പോയി ചെയ്യരുത്, നമ്മൾ രണ്ടാവും, അതോടുകൂടി രണ്ടാകും, നിങ്ങൾ പിന്മാറണം. അങ്ങനെ നിൽക്കുമ്പോ ഷെയ്ഖ് ഈദാന്റെ കത്ത് വന്നു. സൗദി അറേബ്യയിൽ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി, സൗദിയിലെ എല്ലാ ഓഫീസുകളിലും KNM-നെ പരിചയപ്പെടുത്തിയ ആളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ. അബ്ദുറഹ്മാൻ സലഫി ധാരാളമായി അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കത്ത് വന്നു, നിങ്ങൾ അടുത്ത് നേതാക്കന്മാർ സൗദിയിൽ വന്നപ്പോ സൗദി പണ്ഡിതന്മാരെ മുമ്പിൽ ഇരിക്കാം, പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞതാണല്ലോ. നിങ്ങൾ സൗദി ഔഖാഫ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരു കത്ത് നിങ്ങൾ എഴുതണം. ഔദ്യോഗികമായി കത്ത് കിട്ടിയ 2 കൂട്ടരെയും ഔഖാഫിന്റെ ചെലവിൽ ഇവിടെ കൊണ്ടുവരും, ചർച്ച ചെയ്യാം. ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. പക്ഷേ ഈ ഇവിടുത്തെ മധ്യസ്ഥന്മാരെ പറ്റൂല. രാമന്തളി താണിയാച്ചിട്ടുള്ള ആജാതി മധ്യസ്ഥന്മാരുടെ ഇവിടെ ചർച്ചയല്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, സൗദി പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കാം. ഇത് ഞാൻ 10 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്. എൽമു കുറഞ്ഞ നമ്മൾ തമ്മിൽ ഇവിടെ ചർച്ച വെക്കണ്ട. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ അറിയുന്ന അറബി പണ്ഡിതന്മാരില്ലേ, അവരെ മുമ്പിൽ പോകാം, അറബിയിൽ സംവാദം നടത്താം. ജമിയത്ത് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ വരട്ടെ, അല്ലെങ്കിൽ UAE ജമിയത്ത് ദാറുൽ ബിറിന്റെ പണ്ഡിതന്മാർ വരട്ടെ, അല്ലെങ്കിൽ ബഹ്റൈനിലുള്ള നമ്മുടെ അൽ ഫുർഖാൻ സെന്ററിലെ അറബി പണ്ഡിതന്മാർ വരട്ടെ, അതുമല്ലെങ്കിൽ സൗദിയിലുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കാം. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയുണ്ടോ? റെഡിയില്ല. ഇപ്പൊ ഇവിടെ എന്തിനാ അങ്ങോട്ട് പോണ്? ഇവിടെ തന്നെ അല്ലേ കിതാബ് എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ കിതാബ് കണ്ടുണ്ടല്ലോ, മടവൂരിനെ പുറത്താക്കണം എന്നുണ്ടല്ലോ ഇവിടെ കിതാബ്. എന്നിട്ട് എന്തിനാ അങ്ങോട്ട് പോയത്? മടവൂര് പരിഹസിച്ചില്ലേ എന്റെ കാര്യത്തിൽ, എന്തിനാ അറബി മൊല്ലാക്കയുടെ കത്ത്? അപ്പോ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. പക്ഷെ ക്ലിപ്പ് കട്ടുപിടിച്ച് അതുകൊണ്ടൊന്നും ഒഴിവായി കിട്ടൂല. അത് ഞങ്ങൾ ഇനിയും പറയും. ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതല്ല ചോദിക്കണം. എവിടെ ഞാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷം ഞാൻ വിധി പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരോടും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25, 2009 മാർച്ച് 25 കേട്ടോളൂ.
അല്ലല്ല തീർന്നില്ല, അവിടെ ഇരിക്ക്. 22 കാരന്റെ ശിർക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടം എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം നേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താണ് പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലല്ലോ? എന്താ പറഞ്ഞത്? ശിർക്ക് 22 കാരറ്റ് ശിർക്ക്. അവിടെ ഇരിക്ക്, തീർന്നില്ല. മൂപ്പർ അവിടെ ഇരിക്കുക തന്നെ കൊത്തി വലിക്കുക. മൂപ്പർ പറഞ്ഞല്ലോ ബഹ്റൈനിൽ വേണേ കൊത്തി വലിക്കാൻ എനിക്കറിയാം. അത് മൂപ്പർ തുടങ്ങി. നമ്മുടെ പ്രവർത്തനം ചോദിക്കാണ്, നിങ്ങൾ മുമ്പ് ന്യായീകരിച്ചതല്ലേ? അവിടെ ഇരിക്ക്, ഞാൻ തന്നെ മുമ്പ് പ്രസംഗിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ 22 കാറ്റ് ശിർക്ക് എന്നാ പറഞ്ഞത്, കേട്ടോ? 22 കാറ്റ് ശിർക്ക് ഇരിക്കും. അവിടെ അവിടെ കട്ട് ചെയ്തു. അതിന്റെ അസൽ ഫുള്ള് കേട്ടോ. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതിയെന്ന കണ്ണട വെച്ച് പാൻ ചെന്നൊരു മൗലവിയെ കാണിച്ചു തന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ? ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കരുവമ്പൊയ്യിൽ, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ. ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും ജിന്ന് കേൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 കാരറ്റ് ശിർക്കാണത്. കണ്ടോ? 22 കാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 കാരറ്റ് ശിർക്ക് എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 കാരറ്റ് ശിർക്ക് ദാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ ഒത്തു നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്ലാഹിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിപ സമിതി കേട്ടല്ലോ. എന്താ ഇസ്ലാഹിലുള്ളത് കേട്ടോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായചേട്ടം അതിലില്ല. ഇതാണ് ഇതിനകത്തുള്ള വാചകം. അത് 22 കാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 കാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ, കൃത്യമായി കേട്ടോളൂ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഒന്നുകൂടി കേട്ടോ, ഇത് ഇസ്ലാഹല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്നാ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കണല്ലോ, വിജനമായൊരു പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട
വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അപ്പൊ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ശിർക്ക്. ആ 22 ക്യാരറ്റ് ശിർക്ക് എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കണ്ടല്ലോ. അപ്പൊ 22 ക്യാരറ്റ് ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അലിമദനിക്ക് പറഞ്ഞത് അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ നിങ്ങളിലും ശിർക്കുണ്ട്. ഇപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? ആ 22 ക്യാരറ്റ് ശിർക്കിനെ അവിടെ മുറിച്ചു. ഇത് 22 ക്യാരറ്റ് ശിർക്കാണ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പലയിടത്തും ഇട്ടു, മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ട് രക്ഷപ്പെടാം. ഖുറാഫികളുടെ എല്ലാ തന്ത്രമുണ്ട്. നിങ്ങളൊരു കൊല്ലം വൺ സൈഡ് വിശദീകരിച്ചില്ലേ കേരളം മുഴുവൻ ജമിയത്തിന്റെ പേരിൽ? ഞങ്ങളൊന്ന് വിശദീകരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വാദപ്രതിവാദം നടത്താം. ഒരു പ്രശ്നമല്ല, വേഗം ടിക്കറ്റ് റെഡി ആയിക്കോളും. ഒരു കത്തണ്ടയച്ച ഔക്കാഫിന്റെ ചെലവിൽ നമുക്ക് രണ്ടോട്ടിൽ പോകാം ഇൻഷാ അല്ലാ. ഗവൺമെന്റ് അതിഥികളായി പോയിട്ട് നല്ലൊരു സംവാദം നടത്തിയിട്ട് ഇങ്ങോട്ട് പോരാ. ഒരു പ്രശ്നമല്ല, ഞങ്ങൾ ഇനി റെഡിയാ. ഇനി ഇപ്പോഴുള്ള ഈ തട്ടിമുട്ടിയ ആളെ മുമ്പിൽ ഇരുന്നിട്ട് അത് പറ്റൂല. അത് ഒരുപാട് കാലായി. പിന്നെ സുഹൃത്തുക്കളെ, 1980കളിൽ ശബാബിൽ വന്ന ചോദ്യോത്തരം അത്. ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലാണ്, KP ജീവിച്ചിരിക്കുന്ന കാലാണ്. KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ, ഉമർ മൗലവി റഹിമഹുല്ലാ, അള്ളാഹുവിനൊക്കെ പുറത്തു കൊടുക്കട്ടെ, ഈ ആദർശത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാ. അവരൊക്കെ എന്തൊരു തെരി ശിർക്കുണ്ടായിട്ട് പറഞ്ഞില്ല. ഇപ്പൊ 30 കൊല്ലം കഴിഞ്ഞിട്ടാ ശബാബിൽ ശിർക്കാന്ന് പറയണത്. ഇപ്പൊ ഇവര് പറയുന്നു ചെറിയ മുണ്ടേ ശിർക്കാന്ന് കഴിഞ്ഞാലും പുളിക്കെന്ന് പ്രഖ്യാപിക്കുക. ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമർ മൗലവി അത് ശിർക്ക് കണ്ടിട്ടില്ല. KP അന്ന് ബാലകൗതുകം വരെ അർഫം ബിയർഫ് വായിക്കും. അത് തന്റെ കടമയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അങ്ങനത്തെ ആളായിരുന്നു KP മുഹമ്മദ് മൗലവി. അവരാരും ശിർക്കെന്ന് കണ്ടിട്ടില്ലാത്തവര് ഇപ്പൊ ഇതിന് ഇപ്പൊ ഇന്നലെ ഉമർ മൗലവിന്റെ ക്ലിപ്പിട്ടു. ഈ ശിർക്കൻ വാദം ഉമർ മൗലവിക്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹനീഫ് കായക്കൊടി ക്ലിപ്പിട്ട് എന്തൊരു തൊലിക്കെട്ടിയാന്ന് ആലോചിച്ചു. 80കളിൽ ഇത് ശിർക്കാണെന്ന് ചെറിയ മുണ്ട വൈദ്യ ശിർക്കാണെങ്കിൽ മൗലവി ജീവിച്ചിരിക്കുന്ന കാലാണ്. അദ്ദേഹം പറഞ്ഞത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തൊരു പുതിയ ശിർക്കുവാദം ഇവർ കൊണ്ടുവരികയാണ്. 2011 വരെയും നമ്മൾ ഒന്നിച്ചു പറഞ്ഞു അതിൽ ശിർക്കില്ല. വേണ്ട, മടവൂരികൾക്ക് അതിൽ ആദർശ വ്യതിയാനം ആരോപിച്ചില്ലേ 2002 നമ്മൾ അയ്യപ്പ ശരണം അല്ല സ്വാമിയെ ശരണം സ്വാഗതം എന്ന് പറഞ്ഞ് എഴുതിച്ചില്ല വർത്തമാനത്തിന്റെ പേരിൽ സ്വാമികൾക്ക് സ്വാഗതം. അതുവരെ നമ്മൾ ആദർശ വ്യതിയാനത്തിന് തെളിവായി പറഞ്ഞിരുന്നു. ഇതുണ്ടെങ്കിൽ സ്ട്രോങ് തെളിവല്ലേ മടവൂരികൾക്ക് അതിൽ? മടവൂരിൽ ശിർക്കിലേക്ക് പോയി പറഞ്ഞോ നമ്മള്? പറഞ്ഞില്ല. എന്റെ അത് ശിർക്ക്. ഇപ്പൊ ഒരു പ്രവർത്തകൻ ഫോൺ ചെയ്തോ പറഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞങ്ങൾക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശിർക്കില്ല നമ്മൾ പറയണ കാല. എന്തിനാ കളവ് പറയണത്? അപ്പൊ സുഹൃത്തുക്കളെ, അത് ശിർക്കല്ലാന്ന് ഇത്രയും കാലം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലജ്ന ദായിമയുടെ ഫത്വയും അൽബാനിയുടെ ഫത്വയും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന് മറുപടി ഇവിടെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ശിർക്ക് ആരോപണം വിവാദങ്ങളും വസ്തുതയും, മുജാഹിദ് ആദർശ സംരക്ഷണ സമിതി കാസർഗോഡ്. ഇതിന്റെ 13-ാം പേജിൽ ചിലർക്കൊക്കെ ഇഷ്കാലുണ്ട്. എന്താ ഇഷ്കാലുള്ളത്? ജിന്നുകളോടുള്ള സഹായം ചോദിക്കൽ നിരുപാധികം ശിർക്കാണെന്ന് പറയാവുന്നതല്ല, മറിച്ച് അവയിൽ ശിർക്കാവുന്നവയും അല്ലാത്തവയുമുണ്ട്. ഇപ്പൊ നമ്മൾ തെളിയിച്ചില്ലേ, ഇത്രയും കൊണ്ട് തെളിഞ്ഞില്ലേ? അത് ഒരുപക്ഷെ ഹറാമോ ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികേടുകളോ ആയിരിക്കും. ശിർക്ക് അല്ലാത്തത് പിന്നെ എന്താവാം? ഒന്നുകിൽ ഹറാമാകാം, അല്ലെങ്കിൽ ശിർക്കിലേക്കുള്ള വസീല. ഇതിലെന്താ തെറ്റ്? ഒരു തെറ്റില്ല. അപ്പൊ നിങ്ങള് ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം, വായിക്കണം. ആ 2 മറുപടി അതിലുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, പറയാനുള്ള മറ്റു 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൈർ ചുങ്കത്തരുടെ ലേഖനം അൽമനാറിൽ വന്നിരുന്നു. അതിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണെന്ന് ഇബ്നു ബാസ് ഫത്വ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണല്ലോ. അത് ഹാളറായ ജിന്നിനോട് ചോദിക്കുന്ന കാര്യമല്ല. എവിടെയുള്ള ജിന്നിനോട് അവനെ പിടിച്ചോ, ഇവനെ കൊല്ല്, അവന്റെ ചോര കുടിക്കുന്ന പറഞ്ഞ ശിർക്ക് തന്നെയാണ്. ആർക്കാ സംശയം? ഇവിടെ ഹാളറായി ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ജിന്നിനോട് അതിന് ചെയ്തു തരാൻ കഴിയുന്ന കാര്യം, അതാണ് ശിർക്കല്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ചോദിക്കാൻ പാടില്ല, ഹറാമാണ്. റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇവർ തന്നെ ഹനീഫയും അനസും കൊടുത്ത പ്രബന്ധത്തിൽ തന്നെ ഉള്ളതെന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം, ശിർക്ക് എന്നല്ല. ഈ ഒരു ഉദ്ധരണി കൂടി കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. 2011 ലാസ്റ്റ് കൊടുത്ത അതിനുള്ള എന്താ
ഹറാം എന്നാ കൊടുത്തിട്ടുള്ളത്. അതന്നെയാണ് നമ്മളെ നിലപാടും. പിന്നെ വേറെ ഒരു കാര്യം, ശിർക്ക്. എന്നിട്ടും ഇബ്നു ബാസ് ശിർക്ക് എന്ന് ഫത്വ ചെയ്തില്ലേ? അപ്പൊ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. എന്താണെന്നറിയോ? ഭൗതിക കാര്യം ചോദിക്കാം എന്ന് നമുക്ക് വാദമുണ്ട് എന്നാണ്. അങ്ങനെ ഇല്ല. അത് യഥാർത്ഥത്തിൽ നമ്മളെ കുറിച്ച് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആയി മനസ്സിലാകും. പിന്നെ അനസ് മുസ്ലിയാരുടെ പ്രബന്ധത്തില്, ഇവർ ജമിയത്തുൽ പ്രബന്ധത്തിൽ എന്തൊക്കെയുള്ളത്? ഈ പ്രബന്ധത്തിന്റെ 20ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളൂ. ജിന്നുകളുടെ ശൈത്താന്മാരുടെ ഇനങ്ങൾ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന ശൈത്താന്മാരുടെ ഇനങ്ങൾ. 3ാമത്തെ ഇനം അശയാത്തീനുല്ലദീന യുർസിലുഹും സഹറത്തു വൽ മുനജ്ജിമൂൻ, ജ്യോത്സ്യന്മാരും സാഹിർമാരും മറ്റുള്ളവരെ നേരെ അയക്കുന്ന പിശാചുക്കൾ. അപ്പൊ അങ്ങനെ അയക്കാനൊക്കെ പറ്റുന്നവർ പറയണത്. ഫമഅലൂമുൻ അന്ന സഹറത യകൂനു മഅഹും ഖദമുൻ, സാഹിര്യങ്ങൾ അവരുടെ കൂടെ അവർക്ക് സേവകരായി, ലഹും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട സേവകന്മാരുണ്ടാകും. ഐ സാഹിര്യങ്ങളെ സഹായിക്കുന്ന ജിന്നുകൾ മിക്കവാറും കാഫിർ ജിന്നുകളാവും, ശൈത്താന്മാരും. പിശാചുക്കൾ സത്യനിഷേധികളായി മാറി ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് എന്ന ആയത്തിൽ പറയുന്ന അതാണ്. എന്നിട്ട് പിന്നെ പറയാം 4ാമത്തെ വിഭാഗം. 4ാമത്തെ വിഭാഗം ഏതാ? الصنف الرابع الشياطين الذين يتسلطون على المسلمين منتقمين, മുസ്ലിമീങ്ങളെ കീഴടക്കുന്ന പിശാചുക്കൾ. മുന്തഖിമീന ബിദ്ദഅവൽ മുആദാത്തിൽ മുസ്ലിമീൻ ലഹും, മുസ്ലിമീങ്ങൾ അവരെ ഉപദ്രവിച്ചു എന്ന നിലക്ക് പ്രതികാരമായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കീഴടക്കുന്ന ചില ശൈത്താന്മാരുണ്ട്. എന്താ ഉപദ്രവിച്ചത്? വഖദിയഖുൽ മുസ്ലിമു ആദാഹു മുതഅമ്മിദൻ, ചിലപ്പോൾ കരുതി കൂട്ടി ഒരു ജിന്നിനെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. കല്ലദിയാലും അന്ന ജിന്ന യസ്കുനു ഫീ മകാനിമ്മ ഫയർമി ബിമാ യുദിഹിം ഫീ ദാലികൽ മകാൻ, ജിന്നുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും സാധനം വലിച്ചെറിയ, അപ്പൊ അത് ആ ജിന്നിന്റെ ദേഹത്ത് തട്ടും, ജിന്നിന് ഉപദ്രവമാകും. വഖദിലായഖുൻ അദാഹും അല്ലോ കൽ മാഇൽ ഹാരി, ചുടുവെള്ളം ഒഴിക്കുക. ധാരത സക്കരിയ സലാഹിന്റെ പ്രബന്ധമല്ല, എന്റെ പ്രബന്ധങ്ങൾക്കൊക്കെ കിട്ടും. 53 പേജ് മലയാളത്തിലുള്ളത് വായിച്ചിട്ടില്ലേ? അതിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ടോ? എല്ലാ ഖുറാബത്തും എഴുതി കൊടുത്തവരാ. അടിച്ചിറക്കലും സംസാരിക്കലും ഒക്കെ വരെ പ്രബന്ധത്തിലാണ്. ചുടുവെള്ളം ഒഴിക്കല് ഇതിന് താങ്ങിയപ്പോ ആരിച്ച് നടക്കണത് ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല കേട്ടോ. ചിലപ്പോ ഉദ്ദേശപൂർവ്വം അല്ലാതെയും ജിന്നുകളെ അറിയാതെയും ഉപദ്രവിച്ചിട്ടുണ്ടാകാം. എന്നാലും അവർ നിരപരാധികളെയും ഉപദ്രവിക്കും. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ, വെറുതെ നടക്കണോലും വെറുതെ തോണ്ടുന്ന ഗുണ്ടകൾ മറികടാണ്ട് അങ്ങനത്തെ ജിന്നുകളും ഉണ്ടാവുന്നു. കണ്ടോ, അത് ചിലപ്പോ ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. കല്ലിൻസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവർ കൂട്ടായിട്ട് വരും. ഒരു ജിന്നെ സഹായിക്കാൻ വേറെ ജിന്ന് വരും, ഓന്റെ പാർട്ടിപ്പെട്ട ജിന്നാകും. അപ്പൊ ജിന്നുകളെ കൂട്ടത്തിലുണ്ട് എന്ത്, മനുഷ്യന്മാരെ പോലെ തന്നെ പല പാർട്ടികളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് ഈ പുസ്തകത്തിന്റെ തന്നെ 21ാമത്തെ പേരിൽ ജിന്നും മനുഷ്യനും തമ്മിൽ സഹകരിക്കൽ. ഇവിടെ വത്താവന് ഓതിയിട്ട് എന്നോട് എങ്ങനെ സഹകരിക്കുക നമുക്കറിയില്ല, നിങ്ങളെ പ്രബന്ധത്തിൽ തന്നെ ഉണ്ട്, അത് വായിച്ചെടുത്താ പോലെ. മുസ്ലിമീങ്ങൾക്കെതിരിൽ ജിന്നുകളിൽപ്പെട്ട എല്ലാ ഇനങ്ങളും മറ്റേ ഇനത്തോട് തങ്ങളോട് യോജിച്ച മനുഷ്യരോട് അവർക്കെതിരെ സഹകരിക്കും. ജിന്നുകളിൽപ്പെട്ട ഓരോ ഇനവും അവരതേ സ്വഭാവമുള്ള മനുഷ്യരിലേക്കാണ് ചായ്വ് ഉണ്ടാകുക. അപ്പൊ കാഫിർ ജിന്നോട് ചായ്വ്, മുസ്ലിം ജിന്നോട് ചായ്വ്. യഹൂദിയായ ജിന്ന് യഹൂദിയായ മനുഷ്യനോട് സഹകരിക്കും. ക്രിസ്ത്യാനിയായ ജിന്ന് ക്രിസ്ത്യനോട് സഹകരിക്കും. മുസ്ലിം ജിന്ന് മുസ്ലിം ജിന്നോട് സഹകരിക്കും. തമ്മാടിയായ ജിന്ന് തമ്മാടിയായ മനുഷ്യനോട്. ബിദ്അത്തിന്റെയും അജ്ഞതയുടെയും ആളുകൾ അത് ജിന്നുകളിലും ഉണ്ടാകും മനുഷ്യരിലും ഉണ്ടാകും. അപ്പൊ എപിക്കാരനും ഇക്കാരനും ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ സഹായിക്കുമെന്ന് ഇവരെ പ്രബന്ധത്തിലാണ് പറയുന്നത്. ഇനി അത് മാത്രല്ല, മനുഷ്യനെ അടിക്കും, തീ കൊണ്ട് കരിക്കാൻ നോക്കും, ധനം കട്ടുകൊണ്ടുപോയി കൊടുക്കും, ചിലരെ ജിന്ന് താങ്ങിക്കൊണ്ടുപോകും, വായുവിലൂടെ പറക്കും, തട്ടിക്കൊണ്ടുപോകും. അതൊക്കെ ഇവരെ പ്രബന്ധത്തില്, ഇവർ ജമിയത്തിലുമൊക്കെ കൊടുത്ത പ്രബന്ധത്തിലുണ്ട്. ഇത് മാത്രല്ല, 46ാമത്തെ പേജ് പറയുന്നത് പാമ്പിന്റെ രൂപത്തിൽ വരും, കറുത്ത പട്ടിന്റെ രൂപത്തിൽ വരും, കറുത്ത പൂച്ചയുടെ രൂപത്തിൽ വരും, ഇങ്ങനെയൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വരും എന്ന്.
അപ്പൊ എന്തെങ്കിലും സാധനം പുറത്തേക്ക് എറിയുമ്പോൾ ജിന്നിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജിന്ന് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് പേജ് 53 പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ പ്രബന്ധത്തിന് 300 പേജുള്ള പ്രബന്ധമുണ്ട്. മാത്രമല്ല അവരെ പ്രബന്ധത്തിന് കൂടെ കൊടുത്തൊരു സാധനം എന്താ അറിയോ? ഉസ്മാൻ ഡോക്ടറുടെ മനുഷ്യന്റെ മുഖ്യ ശത്രു എന്നുള്ള പുസ്തകം ഒന്നിച്ചാണ് കൊടുത്തിരിക്കുക. അതിലെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? പ്രേതബാധയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ? മരിച്ച വല്യപ്പാന്റെ സ്വരത്തിൽ പേരക്കുട്ടി സംസാരിക്കണ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുറ്റപത്രത്തിൽ എടുത്ത് പറഞ്ഞിരിക്കണു. എന്ത്? സക്കരിയ സലാഹി ഊഹാപോഹങ്ങളിലേക്ക് പോവുകയാണ്. അത് ഉസ്മാൻ ഡോക്ടർ എഴുതിയതാണ്, ശബാബിൽ വന്നതാണ്, ഇവരുടെ പ്രബന്ധത്തിൽ ജമിയത്ത് നമുക്ക് കൊടുത്തതാണ്. എന്നിട്ട് കുറ്റപത്രം എടുക്കും. ഞാനത് എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ചോദ്യം ചോദിച്ചപ്പോ ശബാബിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഉസ്മാൻ ഡോക്ടർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. അത് എഴുതി കൊടുത്ത് ജമിയത്തിന് പ്രബന്ധമായി കൊടുത്തവർക്ക് ഒരു കുറ്റപത്രമല്ല, എനിക്ക് കുറ്റപത്രം. ഈ രൂപത്തിലുള്ള തികഞ്ഞ അനീതിയും അക്രമവുമാണ് സുഹൃത്തുക്കളെ എന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ജാറങ്ങളുടെ നാട്ടിലാണ് നാം ഉള്ളത്. ഒരുപാട് ശിർക്കുകൾ തഴച്ചു വളരുന്ന ഈ നാട്ടിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം പൂർവോപരി ശക്തിപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. മുജാഹിദുകളെ ഭിന്നിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി ഹദീസുകളെ കുതിര കയറി, ഹദീസുകളെ പരിഹസിച്ച്, മഹല്ലുകളിൽ ഛിദ്രതയുണ്ടാക്കി, മുജാഹിദ് പ്രവർത്തകരെ തമ്മിൽ തെറ്റിച്ച് ഈ മൂവർ സംഘത്തെയും കോക്കസിനെയും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ തൗഹീദിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞ വാക്ക് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അവരവരുടെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഈ ഉമ്മത്തിനുള്ള ഒരു താക്കീതാണ്. ഈ ഉമ്മത്തിൽ ഖബർ ആരാധന വരുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഇന്നത് വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ശക്തമായ പ്രവർത്തനം ഇപ്പൊ ഖബർ തോട്ടല്ലാതെ അല്ലേ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശക്തമായ മുന്നേറ്റം തൗഹീദിന്റെ രംഗത്ത് വേണം. നമുക്ക് എന്നും വരെ പിന്നാലെ പോകാൻ കഴിയില്ല. ഇതൊരു ശുദ്ധീകരണത്തിന്റെ ഘട്ടമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ തൗഹീദ് ദഅവത്തുമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. നമ്മുടെ പരലോകമാണ് നമുക്ക് വലുത്. അത് നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരും, മാറും, KNM അധികാരം പോകും, വരും. അതല്ല നമ്മുടെ പരലോകമാണ് നമ്മുടെ പ്രശ്നം. കാരണം നമ്മൾ ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയാ നമുക്ക് പരലോകത്തിൽ രക്ഷപ്പെടണം. ശിർക്കിന്റെ അംശം വന്നു പോയാൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. നരകമായിരിക്കും നമ്മുടെ സങ്കേതം. അതുകൊണ്ട് ശിർക്കിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ, ചെറുതും വലുതുമായ മുഴുവൻ ഇനങ്ങളെ പറ്റിയും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ശിർക്ക് എന്ന് പറയാത്ത ഒന്നിനെയും ശിർക്കാണെന്ന് പറയാനോ, അവർ ശിർക്ക് എന്ന് പറഞ്ഞ ഒന്നിനെയും ശിർക്കല്ലെന്ന് പറയുവാനോ വിവരം കുറഞ്ഞ നമുക്ക് ആർക്കും യോഗ്യതയില്ല. കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരും ഈ ഹദീസിനെ പറ്റി പറഞ്ഞെടുത്ത് ഒരിക്കലും ശിർക്ക് ആരോപിച്ചിട്ടില്ല. ശൈഖുൽ ഇബ്നു ബാസിനോട് ചോദിച്ചു ഈ ഹദീസിനെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞത് എന്താ? യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ പറ്റി മഹല്ലു നദറിൻ ഫീ സിഹതി, അത് സഹീഹാണോ എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. വഖദ് യകൂനു മിനൽ മലായിക, അവിടെ ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശം മലക്കുകളായിരിക്കാം. വമിൻ മുഅ്മിനി അൽ ജിന്നി, മുസ്ലിം ജിന്നുകളായിരിക്കാം. വഹാഉലായി ഹാദിറൂൻ, അവരവിടെ ഹാജറുള്ളവരാണ്, പ്രസന്റ് ആയിട്ടുള്ളവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അതെന്തല്ല മറഞ്ഞവരോടുള്ള ദുആ അല്ല, പ്രാർത്ഥനയല്ല. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ തീരുമാനം. ലജ്ന ദായിമയുടെ ഫത്വ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ ലജ്ന ദായിമ എന്ന് പറയുന്ന സൗദി പണ്ഡിത സമിതിയുടെ അധ്യക്ഷനായ ഇബ്നു ബാസ്, അദ്ദേഹം പറയുന്നത് യാ ഇബാദത്തുള്ളാഹിൽ ശിർക്കില്ല, യാ ഇബാദത്തുള്ളാഹിൽ ശിർക്കുണ്ടെന്ന മൂവർ സംഘത്തിന്റെ പുത്തൻ വാദം ലജ്ന ദായിമയുടെ ഫത്വ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാണ്. അതിനുള്ള മറുപടിയാണ് ഈ പുസ്തകം. അത് നിങ്ങൾ വാങ്ങണം. ശിർക്ക് ആരോപണം, വിവാദങ്ങളും വസ്തുതയും. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടിയിൽ ചോദ്യം എഴുതുന്നൊരു സുഹൃത്ത്, അസ്സലാമു അലൈക്കും, ഞങ്ങൾ സമസ്ത സുന്നി വിശ്വാസികളായ കാലത്ത് ഒരുപാട് ജിന്ന് സേവരെടുത്ത് പോവുകയും സഹായം തേടുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ജിന്ന് സൂറത്ത, ജിന്ന് അന്തുമാനിച്ച, ജിന്നുമ്മ. സലഫി വിശ്വാസപ്രകാരം ഇതിന്റെ വിധി എന്ത്? പാടില്ലാത്തതാണ്. അത് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടുകളാണ്. അവരോട് പോയിട്ട് അള്ളാഹിനോട് ചോദിക്കണ പല കാര്യം ചോദിച്ചാൽ തനിച്ച ശിർക്കാണ്. മാത്രല്ല സിഹറന്മാരെ സമീപിക്കുന്നത്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് തന്നെ 40 ദിവസത്തെ നിസ്കാരം ഇല്ലാതാക്കും. അവർ പറഞ്ഞത് വിശ്വസിച്ചാൽ കാഫിറായി പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കൗൺസിൽ CD പറ്റി ചോദിച്ചപ്പോ മൂപ്പര് കൗൺസിലിന് വേണ്ടി മാപ്പ് ചോദിച്ചു എന്നാ പറഞ്ഞത് അല്ലേ? എന്നാൽ ഇന്നലെ പൂനൂരിൽ ചോദിച്ചു, നിങ്ങൾ കൗൺസിൽ CD പുറത്തുവിട്ടതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ KNM. അതിൽ നിങ്ങൾ എന്തു നിലപാട് KNM സ്വീകരിച്ചു? വിശദീകരണം ചോദിച്ചോ? കത്ത് കൊടുത്തോ? എന്തു നടപടിയെടുത്തു? അതിന് മൂപ്പർക്ക് അങ്ങ് ചൂടായി. അതുപോലെ ഇസ്ലാഹ് മാസികയെ പറ്റി, ഇസ്ലാഹ് മാസികയിൽ ആ തിരുത്ത് കൊടുക്കാതെ
വലിയൊരു പ്രബോധകൻ പറഞ്ഞു, ഞാൻ ഇസ്ലാഹിനെതിരിൽ പ്രസംഗിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെന്താ തെളിവ്? ഈ ജാതി ചോദ്യം ചെന്നപ്പോ യഥാർത്ഥ അബ്ദുറഹ്മാൻ സലഫിന് പുറത്തിയാടി. ഒന്ന് കേൾപ്പിച്ചൊരുക്കും. പൂനൂരിൽ ഇന്നലെ അലറിയത് ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മൈക്കിൽ വെക്കാം, നിങ്ങൾ സംസാരിക്കോ? ശരി. അല്ല, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നോട് പറഞ്ഞ ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരിക്കും. ഇവിടെ ഒരു പൈസലോ 4 പൈസലോ ഇളകിയാലും ഒന്നും സംഭവിക്കാനില്ല. മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. പ്രോപ്പറായൊക്കെ ഒഴിവാക്ക്. ഫൈസൽ എന്നോട് പറഞ്ഞ ആള് ഈ മൈക്കിലൂടെ ഈ സദസ്സ് മിണ്ടാതിരിക്കണോ? ഇപ്പൊ പറഞ്ഞത് കേൾക്കാം. പറഞ്ഞത് കേൾക്കാം. അവിടുത്തെ കഥകളാണ് പറയുന്നത്. മിണ്ടാതെ അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു കേൾക്കാം. ആ ജാതി വർത്തമാനം പറയുന്ന എന്നോട് പറഞ്ഞ ആൾ കാപ്പ്. ഇപ്പൊ ആര് പറഞ്ഞാലും അനക്കിച്ച് പറഞ്ഞത് മാത്രം സത്യം, വേറെയുള്ളതൊക്കെ കള്ളന്മാരും. മിണ്ടാതെ അവിടെ ഞാൻ കേൾക്കാം. അബ്ദുൽ ഖാദിർ ഹാജി എന്നോട് ഇത് ആദ്യം പറഞ്ഞത്. അബ്ദുൽ ഖാദിർ ഹാജി, നീ മിണ്ടാതെ എനിക്ക് ബാക്കിയുള്ളത് കേൾക്കട്ടെ. നീ നന്നാവാൻ വന്നതല്ല, നീ ചോദിക്കാൻ വന്നതല്ല, ഇവിടെ ഇളക്കാൻ വന്നതാണ്. അതുകൊണ്ട് അത് നടക്കൂല. അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നു. അബ്ദുൽ ഖാദിർ ഹാജി അദ്ദേഹം സംസാരിക്കും. ഞാൻ ഈ മൈക്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം. ഖാദിർ ഹാജി പറഞ്ഞോളൂ. ഈ സംസ്കാരമില്ലാത്ത പരിപാടി ഒരു മുജാഹിദ് സദസ്സിൽ വന്നിട്ട് ഞാനിത് അബ്ദുൽ ഖാദിർ ഹാജി പറയുന്നത് ഈ സദസ്സിന് കേൾക്കാനാണ്. ഖാദിർക്ക് പറഞ്ഞോളൂ. ഹലോ, പറയൂ, ഉറക്കെ പറയൂ. എത്ര കൃത്യമായാണ് ഇവിടെ മറുപടി പറഞ്ഞത് എന്ന് സാധാരണക്കാർ ആലോചിക്കാം. അബ്ദുറഹ്മാൻ സലഫി കണ്ടോ ഇന്നലെ കൈകാര്യം ചെയ്ത രീതിയാ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വലിയ പാവായി. അത് ചെറൂര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ അത് നടക്കൂല. അതുകൊണ്ട് ഇവിടെ ഒരു പാവായി. ഇപ്പൊ ഇന്നലെ ചീറുക. ചോദ്യം ചോദിച്ചപ്പോ കൗൺസിൽ സീഡിൽ എന്ത് നടപടി എടുത്തു എന്നാ ചോദിച്ചേ. നടപടി എടുത്തെന്ന് പറഞ്ഞാൽ പോരെ? പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സംസ്ഥാന കൗൺസിൽ റിക്കാർഡ് ചെയ്തിട്ട് എതിരാളികൾക്ക് കൊടുക്കൽ. എന്തിനായിരുന്നു അത്? ഞങ്ങൾ നേതാക്കന്മാർക്ക് ഇതൊന്നും ബന്ധമല്ല, ഇതൊക്കെ ചില കുട്ടികൾ ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ. മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന ദുഷ്ടയായ അമ്മായിയമ്മയുടെ ലാക്കായിരുന്നു ആ സീഡി പുറത്തുവിടുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നത്. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അറിയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞെന്താറിയോ? എന്താ പുറത്തുവിട്ടാല് നമുക്ക് പുറത്തു വരെയുള്ള അത് വരെയുള്ള ഒന്നല്ലേ. അപ്പൊ കുട്ടികൾ ചോദിച്ചു, പിന്നെ ഇതിനെ കത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ ആളെ പരിശോധിച്ച് ഉള്ളിൽ കയറ്റിന് മാനാഞ്ചിറ മൈതാനിൽ വെച്ച് നടത്തിയ പോരായിരുന്നോ? സുഹൃത്തുക്കളെ, കൗൺസിൽ സീഡി പുറത്തുവിട്ടു, ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി. നിങ്ങളുടെ പലതും ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിശദീകരണവുമായി മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. മുജാഹിദ് കേരളം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ മൂവർ സംഘത്തിന്റെ ഫിത്നയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെയും ആദർശത്തെയും രക്ഷപ്പെടുത്താൻ വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഇത് സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്, ഇത് സാമ്പത്തിക ചെയ്ത ആളുകളുണ്ട്. ഈ ആദർശത്തെ സ്നേഹിക്കുന്നവർ, ഈ ആദർശത്തിന് പരിക്ക് പറ്റുമ്പോൾ അതിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അവരെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുകയും അവരെ എല്ലാവരുടെയും ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂന്താപ്പാക്കി മാറ്റുകയും നാളെ പരലോകത്ത് അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ത്യാഗം അനുഭവിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ചാരന്മാര് വരും എന്ന് പേടിച്ച് മാറി നിന്നവരുണ്ടാകും. സാരമില്ല, അവരൊക്കെ തൽക്കാലം സംഘടനയിൽ തന്നെ നിൽക്കട്ടെ. സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൂവർ സംഘത്തിനെതിരിൽ നമ്മൾ പോരാടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആദർശത്തിന്റെ പ്രശ്നമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി ആദർശം മാറ്റുകയാണ്. നാം ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ, ഇവിടെ കാസർഗോഡ് യൂണിറ്റ് എങ്ങനെയാ പിടിച്ചെടുത്തത് അറിയോ? അഡ്രസ് ഇല്ലാത്ത ആളുകൾക്ക്, ഇവിടെ അഡ്രസ് ഇല്ലാത്ത മംഗലാപുരം സ്വദേശികൾക്ക് വരെ കാസർഗോഡ് എന്ത് ചെയ്തു? മെമ്പർഷിപ്പ് കൊടുത്തു. മാത്രമല്ല, കാരണമില്ലാതെ പലർക്കും അംഗത്വം നിഷേധിച്ചു. ഒരേ വീട്ടിൽ ഒരേ അഡ്രസ് ഉള്ളവരെ രാഷ്ട്രീയക്കാരെ വാർഡ് വിഭജനം മാതിരി രണ്ടാക്കി. മാത്രമല്ല, ഈ വോട്ട് ചെയ്യാൻ പറ്റുന്ന പെണ്ണുങ്ങൾക്ക് വോട്ടുണ്ട് വെച്ചു. KNM പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാലോ, ആ വോട്ടുണ്ട്. അങ്ങനെ ഒരു ദീനി ബോധമുള്ളൊരു സഹോദരി കയറി പ്രയാസപ്പെട്ട് പള്ളിന്റെ മുകളിൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ജയിച്ചു. അങ്ങനെ പിടിച്ചെടുത്തിട്ട് പിന്നെ മുജാഹിദ് സെന്ററിൽ പോയിട്ട് ആ സ്ത്രീനോട് 1000 വയലിന് കൊടുക്കുക, ഈ അനീതി നിങ്ങൾ അംഗീകരിക്കണം.
ഈ കാണിച്ച അനീതി നിങ്ങൾ അംഗീകരിക്കണം എന്ന് വയലറിന് കൊടുക്കുക. ഏത് സംസ്ഥാന സെക്രട്ടറി ആയത്? എന്നിട്ട് ഇവിടെ നടന്ന മുഴുവൻ അനീതിക്കും ഇയാൾ കൂട്ട്. കോടതിയിൽ പോയിട്ട് പറയാ ഞങ്ങൾ ആ യൂണിറ്റ് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് മീറ്റിംഗ് കൂടി രാത്രി അംഗീകരിക്കുക. പിറ്റേന്ന് ആ അംഗീകാരം വെച്ചിട്ട് മണ്ഡലം തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുക. രാഷ്ട്രീയക്കാർ പോലും നാണിച്ചു പോകും. അബ്ദുറഹ്മാൻ സലഫിനെ കണ്ടു പഠിക്കണം അവരൊക്കെ. കുതന്ത്രം, അത്ര മാത്രം കുതന്ത്രം. ഈ കുതന്ത്രമുള്ള ഇയാള് എന്നിട്ട് ആദർശം പറയുന്നില്ലേ? ഖുർആനും ഹദീസും നിങ്ങൾക്ക് എന്താ ആദർശം ഉള്ളത്? നിങ്ങൾക്ക് എന്ത് പരലോകം ഉള്ളത്? ദീന് തിരുത്തി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ നിങ്ങൾക്ക് എന്ത് ആദർശവും ആത്മാർത്ഥത നിങ്ങൾക്കുള്ളത്? സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് ക്ലിപ്പ് നമ്മളെ കഞ്ഞിടാണ്ട് സമയം വൈകിയത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ അതിന് പോറലേൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശം അതിൽ ആളുകൾ വ്യതിയാനം വരുത്തുമ്പോൾ അത് കണ്ടറിഞ്ഞ് പിടികൂടി സംരക്ഷിച്ച പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട്. ഈ ആദർശത്തെ അള്ളാഹു എന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഹക്കിന്റെ കൂടെ നിൽക്കണം. യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളണം. തൗഹീദിന്റെ ആയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഓർമ്മ സഹായികളെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നവരോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളെ ദുരിതം നീക്കി തരുവാനോ അത് മറ്റൊരാളിലേക്ക് മാറ്റുവാനോ അവർക്ക് കഴിവുള്ളതല്ല. അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ അല്ലാഹുവിലേക്ക് സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ്. അവരിൽ ഏറ്റവും അടുത്തവർ തന്നെ. വയർജൂന റഹ്മതഹു, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. കണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, കാരുണ്യം ആഗ്രഹിക്കുന്ന മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹു പറയാണ് അവർക്ക് നിങ്ങളെ ദുരിതം നീക്കി തരാൻ സാധ്യമല്ല, തൽക്കാലം എത്രയിലേക്ക് മാറ്റാൻ പോലും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. ജനപ്രദേശത്തും വിജനപ്രദേശത്തും എല്ലാം അള്ളാഹു മതി. പല ആളുകളും ചോദിക്കുന്നു നമുക്ക് അള്ളാഹു പോരേ, വിജനപ്രദേശത്ത് അള്ളാഹു പോരേ? എല്ലായിടത്തും അള്ളാഹു മതി. ജനപ്രദേശത്തും വിജനപ്രദേശത്തും കാട്ടിലും നാട്ടിലും കുളത്തിലും പുഴയിലും അള്ളാഹു മാത്രം മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, വരമേൽപ്പിക്കപ്പെടാൻ അള്ളാഹു മാത്രം മതി. ഈ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആദർശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ശിർക്കാരോപകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ മേൽ നിങ്ങൾ ശിർക്കാരോപിച്ചു, ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന്. എങ്കിൽ റസൂൽ പറഞ്ഞതനുസരിച്ച് ആ ശിർക്ക് നിങ്ങളിലേക്ക് വരും. അത് അത്ര ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കി ശിർക്കാരോപണത്തെ പിന്തിരിയണമെന്നും ഈ പാപപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ ഇനിയും ഭിന്നിപ്പിച്ചും ചിത്രിപ്പിച്ചും മുതലെടുപ്പ് നടത്തരുതെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഛിദ്രതകൾ ഉണ്ടാകുമ്പോൾ, ഭിന്നിപ്പുണ്ടാകുമ്പോൾ, ഗ്രൂപ്പിസം ഉണ്ടാകുമ്പോൾ പരാതി പറയാനുള്ളവരാ സംസ്ഥാന നേതൃത്വം. അവർ തന്നെ ഗ്രൂപ്പിസം സ്പോൺസർ ചെയ്ത് പൊതുജനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ദുഃഖകരമായ കാഴ്ച, ചെങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച കാഴ്ചയാണ് മുജാഹിദ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. നമ്മൾ ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കണം. റബ്ബിന്റെ സഹായം മാത്രമേ നമുക്കുള്ളൂ. ഈ ആദർശത്തിന്റെ പവിത്രത അത് കാത്തു സൂക്ഷിക്കാൻ നാം റബ്ബിലേക്ക് അടുക്കണം. ദുആ ദിക്റുകൾ പതിവാക്കണം. റബ്ബുമായി ധാരാളം അടുത്തുകൊണ്ട് അവനോട് മാത്രം അവന്റെ തൗഫീഖിന് വേണ്ടി, സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അവന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കാലുകൾ അവൻ ഉറപ്പിച്ചു നിർത്തുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവസാന നിമിഷം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സമ്മർദ്ദങ്ങൾ കാരണമായി, പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും കാരണമായി ദീനിൽ തെറ്റിപ്പോകുന്ന ദുർബലാവസ്ഥ, കാപട്യം അല്ലാഹു നമുക്ക് ഇല്ലാതാക്കട്ടെ. നാം എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തആതിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയ. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വാതിനാ മാ അഹ്യൈതനാ വജ്അൽഹു الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا. اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا
ولا تسلط علينا من لا يخافك ولا يرحمنا يا ارحم الراحمين. اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.